ഓക്കെ, താങ്ക് യു. ഈ ഒരു ഹോളി ഹോമിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ സ്വർഗം അനുഗ്രഹിക്കട്ടെ. അപ്പത്തിന്റെ നാട്ടിലേക്ക് അപ്പമായവനെ തേടിയിട്ടുള്ള ഈ ഒരു യാത്രയിൽ അല്ലെ, 5-ാമത്തെ ദിനം നമ്മള് ആ കുടുംബം സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഇടം എന്നുള്ള വലിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നന്ദി പറയാം. ഞാൻ മനസ്സിലാക്കുന്ന ഹോളി ഹോമിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരിക്കാം ഓരോ വിഷയങ്ങളും ഇതിന്റെ ഓരോ ടോപ്പിക്കുകളും ഒക്കെ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ് സാധ്യത. വലിയ സന്തോഷമുണ്ട്. ശരിക്കും സ്വർഗം ഒരുക്കിയ ഒരു ദിവസമാണല്ലോ ഒന്ന്, അല്ലെ? സ്വർഗത്തിന്റെ അതിശക്തമായ ഒരു ഇടപെടല് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ഓക്കെ, ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകയുടെയും ഉപദിന വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും നമ്മുടെ പ്രിയപ്പെട്ട കാവൽമാലാകന്മാരുടെയും വിശുദ്ധകളുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം വലിയ മാധ്യസ്ഥം തേടി നമുക്ക് തുടങ്ങാം. ഈശോ സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ വഴി നടത്തണമേ. ഞങ്ങളെ ഈ ഒരു 10 മിനിറ്റ് സമയം ഞങ്ങളോടൊപ്പമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന വചനം വിശുദ്ധ മത്തായി 2:21. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഒരു വചനം വായിക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവൻ എഴുന്നേറ്റ്, അല്ലെ? ഇത് ശരിയും വിശുദ്ധ യൗസേപ്പ് പിതാവാണ് ഇതില് എന്താ പറയാ പ്രതിപാദിപ്പിക്കുന്നത്. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഇത് മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ ആ ഒരു ഹെഡിങ്ങിന്റെ ആരംഭം മുതൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, വായിച്ചു നോക്കിയാലാണ് നമുക്കതിന്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തിരിച്ചുവരവെന്നാണ് അതിന്റെ ഹെഡിങ്. ഹെറോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. ഈ ഒരു ദൂതിനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ് ഒരു ശക്തമായ മറുപടി കൊടുക്കണം. അവൻ എഴുന്നേറ്റ് തിരിച്ചു പോവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ഔസേപ്പ് പിതാവ് സ്വർഗം വഴി നടത്തിയത് മുഴുവനും സ്വപ്നത്തിലൂടെയാണെന്നുള്ളതാണ് സത്യം. സ്വപ്നത്തിലൂടെ ഒരുപക്ഷെ നമ്മളെല്ലാവരെയും സ്വർഗം ഇത്തരത്തിൽ വഴി നടത്തുന്നുണ്ട്. പക്ഷെ ഔസേപ്പ് പിതാവിനെ പോലെ നമുക്ക് വിവേചിച്ചറിയേണ്ട കാര്യത്തിൽ ഒരുപക്ഷെ പറഞ്ഞോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ചേച്ചിയുടെ ശബ്ദം ഒന്ന് ജോബിയുടെ ശബ്ദമുണ്ട്. കുഞ്ഞുമറിയാമ്മ ചേച്ചിയുടെ ഫോണിന്റെ പ്രശ്നമാണ് കേട്ടോ. നല്ല ശബ്ദമുണ്ട്. ചേച്ചി ശബ്ദം കൂട്ടിയാൽ മതി ചേച്ചി. അതിലൊന്ന് കൂട്ടി, അല്ലെങ്കിൽ ചെവിയിൽ വെച്ചിരുന്നാലും മതിയായിരിക്കും. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ഓക്കെ, അപ്പോ സ്വർഗം ഇത്തരത്തിൽ നമ്മളെ വഴി നടത്തുന്നുള്ള സത്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്ന ചില സ്വപ്നങ്ങളും അതിന്റെ സ്വഭാവങ്ങളൊന്നും നമുക്ക് വിവേചിച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകോട്ടാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന പിശാച് കത്തിവെച്ചിരിക്കുന്ന ഒരിടം, അല്ലെങ്കിൽ അവൻ ശരിക്കും കുടുംബങ്ങളുടെ അടിത്തറയിൽ കൊണ്ടുപോയിട്ടാണ് അവന്റെ കത്തി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു ബോംബ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കാരണം ഒരു ബഹുമാനത്തിന്റെയും സമാധാനത്തിന്റെയും ഇടം അതിന്ന് കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്ന് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ ഒരു ധ്യാനത്തിലുണ്ടായ ഒരു അനുഭവം എന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. ഒരു ധ്യാനം കഴിഞ്ഞിട്ട് ഒരു പെങ്കൊച്ച് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോ ലീഡേഴ്സ്, ജീസുത്തിന്റെ ധ്യാനം ആയതുകൊണ്ട് ലീഡേഴ്സ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കൊച്ച് കരയുന്നുണ്ട്, ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോയിട്ട് ആ കുഞ്ഞിനോട് സംസാരിച്ചു, മോളെ എന്താ പ്രശ്നം, എന്താണ് കാര്യം? ചേട്ടാ ധ്യാനം കഴിയല്ലേ? ധ്യാനം കഴിയാ, സന്തോഷമല്ലേ വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? ആ കുഞ്ഞ് പറഞ്ഞ മറുപടി, ചേട്ടാ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടാന്ന്. ശരിക്കും എന്താ പറയാ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാക്സിമം ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച് സ്വന്തം വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നൊരു സമാധാനവും സന്തോഷമൊന്നും ആ കുടുംബത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോയി. പലതരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന്
ബഹുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ബഹുമാനം എന്നുള്ളൊരു. കാരണം അനുസരണം എന്നാണ് എല്ലായിടത്തൊക്കെ കൂട്ടിച്ചേർക്കുക. പക്ഷെ ഈ ഒരു അനുസരണം വേണമെങ്കിൽ ഈ ഒരു ബഹുമാനം വേണമല്ലോ. കാരണം ഇന്ന് പാരൻസിനെ അനുസരിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ബഹുമാനിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഈ ബഹുമാനം ഉണ്ടെങ്കിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മക്കൾക്ക് അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇല്ലല്ലോ. ഇത് എല്ലാ തരത്തിലും ഉണ്ട്. ഞാനിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോ പാരൻസ് മക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ഇന്ന് വളരെ പുറകോട്ടാ. ഞാൻ ഇന്നപ്പോ എൻ്റെ മനസ്സിലെ ഒരു ചെറിയൊരു ചിന്ത, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ നടന്ന് നടക്കാൻ എല്ലാ ദിവസവും കുറച്ച് സമയം ഒന്ന് നടക്കാനുള്ള ഒരു സമയം നടത്തും. ആ സമയത്ത് കൊന്ത ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാം. സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, ഇനി നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങളിലും തീരുമാനങ്ങളിലൊക്കെ പ്രിയപ്പെട്ട മക്കളെയും കൂടിയും പങ്കാളികളാക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം അവരൊക്കെ വലിയ കുട്ടികളായില്ലേ. ഇനി അവരൊക്കെ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ ആയിരിക്കും സ്വർഗം ഇനി സംസാരിക്കുക. ഇത്രയും നാളും ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും അങ്ങനെയായിരുന്നു എൻ്റെ കുടുംബം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ തരത്തിലും ഒരു ബഹുമാനക്കുറവുണ്ടെന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ശരിക്കും രക്ഷകൻ ഉദരത്തിൽ സ്വീകരിച്ചത് പരിശുദ്ധ കന്യകയാണ്. പരിശുദ്ധ കന്യകയാണ് രക്ഷകൻ ഉദരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ പരിശുദ്ധ കന്യകയ്ക്ക് പറയാം, എന്തിനാ ഇപ്പൊ പോണേ, ഇപ്പൊ പോണ്ടല്ലോ. അല്ല, ഇത് ആരാണ് പറഞ്ഞേ? ആര് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പോണേ? പല ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ എല്ലാം കന്യകാമാതാവിന്റെ ഒരു സ്റ്റാൻഡ്, പോവാം എന്ന് പറഞ്ഞാൽ ഉടനടി എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു, യാത്ര തിരിക്കുന്നു. അതൊരു ശരിക്കൊരു ഒരു അല്ലെ, ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബൈബിളിൽ കണ്ടെത്താവുന്ന വളരെ മനോഹരമായൊരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട സാറ, അബ്രാത്തിന്റെ ഭാര്യ. എല്ലാ കാര്യത്തിലും അതെ, എന്നാ ബഹുമാനമാണ്. കാരണം ഭർത്താവ് പറയുന്ന സകല കാര്യങ്ങളെയും വലിയ ബഹുമാനത്തോടുകൂടെ കാണാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. എല്ലാത്തിലും അതെ. എനിക്ക് തോന്നുന്നു ഇവരൊന്നും ഒരു എതിർവാ പോലും പറയുന്നില്ല. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു സ്ത്രീയെയും കൂടിയും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചേ, സ്ത്രീയെ മാത്രം കൂടുതലായി പറഞ്ഞാൽ പുരുഷന്മാരുടെ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന വചനത്തിലെ പുരുഷനാണ് ഏറ്റവും മെയിൻ ആള്. ജോസഫാണ് അതിലെ താരം. ഓക്കെ, ഒരുപക്ഷെ ഈ ഒരു സ്ത്രീയെ ബൈബിളിൽ പേരില്ലാത്ത ഒരു സ്ത്രീയാണിത്. പേരില്ല. അങ്ങനെ ഒരു സ്ത്രീകൾ കുറച്ചു പേരൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു സ്ത്രീയാണ്. എന്നാൽ ഇവള് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണ്. മറ്റാരും അല്ല, അത് നോഹയുടെ പ്രിയപ്പെട്ട ഭാര്യ. ആ കാലഘട്ടത്തിലെ മുഴുവൻ, ആ കുടുംബം മുഴുവനും വഴിതെറ്റി പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നോഹയുടെ കുടുംബത്തിൽ നോഹാക്ക് കിട്ടുന്ന സകല ദൈവപ്രേരണകൾക്കും കൂടുനിന്നവളാ പ്രിയപ്പെട്ട നോഹായുടെ ഭാര്യ. പേരില്ലാത്ത ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയാണ് നോഹായുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ്, ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കാൻ ശ്രമിക്കണം. വലിയ വലിയ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ കുഞ്ഞൊരു ഒരു എന്താ പറയാ, ഒരു ചിന്തയാകാം. പക്ഷെ അതില് ഞാൻ പറഞ്ഞു വരുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? ശരിക്കൊരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നവരാ. ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏകദേശം 37ഓളം പേരുണ്ട്. ഇതിലെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും പരസ്പരം ബഹുമാനത്തോടും കാര്യങ്ങളോടെ കടന്നു പോകുന്നവരാണ്. എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശരിക്കും യൗസേ പിതാവിനെയും ഞാൻ നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രിയപ്പെട്ട അബ്രഹത്തിന്റെ ഭാര്യ സാറ, നോഹയുടെ പ്രിയപ്പെട്ട ഭാര്യ, ഇവരൊക്കെ നമ്മളൊന്നൊരു മോഡലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക, പിശാചിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്താ പറയാ, ചൂലും കെട്ടെടുത്തടിക്കേ
വെട്ടുവത്തിയെടുത്ത് വെട്ടേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം മറ്റൊന്നുമില്ലാന്നേ, പരസ്പരം ഒന്ന് ബഹുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളത്. അങ്ങനെ ഒരു ബഹുമാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എവിടേക്കാ വരണേന്നറിയാം? സ്വർഗത്തിന്റെ ആ സ്വർഗം ആഗ്രഹിക്കുന്ന നസ്രത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. എല്ലാ കാര്യങ്ങളിലും കുഞ്ഞു കുഞ്ഞൊരു ബഹുമാനം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ആ ബഹുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് അനുസരണത്തിലേക്ക് അത് വഴി നടത്തുള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നത് രണ്ടും റിലേറ്റഡ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നണേ. എന്റെ തോന്നിച്ച സത്യവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നന്നായിട്ട് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഓരോ വർഷങ്ങളും തീരണേല്. എന്റെ 7ാമത്തെ കുഞ്ഞിന് 2ാമത്തെ വയസ്സ് ഈ ഒരു 27-ാം തീയതി വരാം. നോക്കുമ്പോൾ പ്രസവിച്ചു അപ്പോഴേക്ക് 2 വയസ്സായി. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിലിരിക്കുന്ന ഭൂരിഭാഗം പേരുടെയും 40 വയസ്സ് കഴിഞ്ഞവരാകാനാണ് സാധ്യത. ഇത് കേട്ട് അറ്റൻഷനിലിരിക്കുന്നവരൊക്കെ. നമ്മുടെ മുമ്പിൽ അധികം ഒന്നും സമയമില്ലാത്തത് കൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊന്നൊരുങ്ങാം, നന്നായിട്ടൊന്നൊരുങ്ങാം. ഒന്ന് ഭാര്യയെ ഒന്ന് ബഹുമാനിക്കുക, പ്രിയപ്പെട്ട പാരൻസിനെ ഒന്ന് ബഹുമാനിക്കുക. അതിലുപരി ഇതിലിരിക്കുന്നവര് ഭൂരിഭാഗം മാതാപിതാക്കളായതുകൊണ്ടും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ മക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിലാണ്. എനിക്ക് 7 പേരുണ്ടല്ലോ. 7ാമത്തെ ആള് നമ്മുടെ കൂട്ടത്തില് ജിന്നി എന്റെ കൂടെ എത്തിയിട്ടുണ്ട്. മക്കളെ ബഹുമാനിക്കേണ്ടത് അതൊരു അനിവാര്യമാണെന്ന് തോന്നി ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം നമ്മളെക്കാളൊക്കെ കൂടുതൽ അറിവ് അവർക്കൊക്കെ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാ പറയാം, നിന്നേക്കാളൊക്കെ കൂടുതൽ ഓണം ഉണ്ടതാണ് ഞാൻ. അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ അവർക്കും ഒരു പടി മുൻപന്തിയിലാവാനാണ് സാധ്യത. നമ്മൾ ഒരിക്കലും താഴ്ത്തില്ല കർത്താവ്, അവരെക്കാൾ അറിവ് നമ്മൾക്ക് തന്നെയാണ് കൂടുതൽ. എന്നിരുന്നാലും എല്ലാ തരത്തിലും ഒരു പരസ്പര ബഹുമാനം, സ്നേഹത്തെ ഉണ്ടാകണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശരിക്കും ഒരു ബഹുമാനത്തിന്റെ, ഒരു നസ്രത്തിലുണ്ടായ പരസ്പര ബഹുമാനത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ വലിയൊരു അടയാളമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ മാറട്ടെ. അതിനായി സ്വർഗം അതിശക്തമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോളി ഹോമിന്റെ ഈ ഒരു സദുദ്ദേശത്തോടുകൂടെ നടക്കുന്ന ഈ ഒരു വലിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയെ സ്വർഗം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.